നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രശസ്തിയായ ഒരു സർജൻ ഡോക്ടർ മരിയയ്ക്ക് ഒരു റോഡ് ആക്സിഡന്റിൽ തന്റെ ഏക മകൻ നഷ്ടപ്പെട്ടു. സങ്കടവും ദേഷ്യവും കൊണ്ട് ആ അപകടത്തിന് ഉത്തരവാദിയായ ഡ്രൈവർ ജാക്കിനെ അവൾ കുറ്റപ്പെടുത്തി. അവളുടെ ദേഷ്യവും നീരസവും വളർന്നു. അത് അവളുടെ ബന്ധങ്ങളെയും എന്തിനുപരി ജോലിയെ തന്നെയും സാരമായി ബാധിച്ചു. ഒരു ദിവസം തന്റെ കുട്ടിയുടെ ശവകുടീരം സന്ദർശിക്കുമ്പോൾ ഡോക്ടർ മരിയ ജ്ഞാനിയായ ഒരു തോട്ടക്കാരനെ കണ്ടെത്തി. അയാളാണെങ്കിൽ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി തന്റെ പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നു. അയാൾ വളരെ സന്തോഷവാനാണെന്ന് അവൾ കണ്ടെത്തി. അത് അവൾക്കൊരു അത്ഭുതമായി മാറി. അവൾ ആ തോട്ടക്കാരനോട് കൂടുതൽ നേരം സംസാരിച്ചു. തന്റെ നഷ്ടത്തിന്റെയും ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥയെക്കുറിച്ചും അവൾ അയാളോട് വിശദമായി സംസാരിച്ചു. ജീവിതം ഒരു പൂന്തോട്ടം പോലെയാണ് മരിയ. അതിന് പോഷണവും പരിചരണവും ആവശ്യമാണ്. കോപവും നീരസവും മുറുകെ പിടിക്കുന്നത് കളകളെ പൂന്തോട്ടത്തിൽ ഞെരുക്കാൻ അനുവദിക്കുന്നതിന് തുല്യമാണ്. ക്ഷമ എന്നത് പൂക്കൾ വിരിയാൻ അനുവദിക്കുന്ന സൂര്യപ്രകാശത്തിന് തുല്യമാണ്. ആ തോട്ടക്കാരൻ ഈ വാക്കുകൾ പറഞ്ഞു. ക്ഷമയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് മരിയയ്ക്ക് ബോധ്യമായി. അവൾ പതിവായി ആ പൂന്തോട്ടം സന്ദർശിക്കാൻ തുടങ്ങി. അവൾ ജാക്കിനെ ആകട്ടെ ഒരു ഘാതകനായി കണ്ടിരുന്ന സ്ഥലത്ത് ഒരു മനുഷ്യനായി കണ്ടു തുടങ്ങി. മരിയ ക്ഷമ ശീലിച്ചപ്പോൾ അവളുടെ ഹൃദയവും സുഖപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവൾ അവളുടെ ജോലി വിജയകരമായി പുനരാരംഭിച്ചു. വൈകാരിക മുറിവുകൾ ഉണക്കാനുള്ള ശക്തമായ ഒരു ഉപകരണമാണ് ക്ഷമ. ഈ സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇനിയും ക്ഷമിക്കാൻ സാധിക്കാത്ത വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നാം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഓർക്കുക, ക്ഷമ ഭൂതകാലത്തെ മായ്ക്കുന്നില്ല, പക്ഷേ അത് നമ്മെ വീണ്ടും വളരാനും പൂക്കാനും സഹായിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി. വീണ്ടും കാണാം.